ജനുവരി മാസം 17 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹീതമായൊരു ദിവസം തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് വായിക്കുക. ദൈവം അബ്രഹാമിന് ഒരു അനുഗ്രഹം നൽകി. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഇസ്ഹാക്കാണ്. ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ വാഗ്ദത്ത പുത്രനാണ് ഇസ്ഹാക്ക്. ഞാൻ നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദേശം നിനക്ക് തരും. നിൻ്റെ മകളിൽ നിന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജാതി ഉണ്ടാകും. അതുമാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഈ വാഗ്ദത്തത്തിന് നീയുമായി ചെയ്യുന്ന ഉടമ്പടിക്ക് ഒരു അടയാളം ആവശ്യമാണ്. ആ അടയാളം യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം പറഞ്ഞു. ഒരു പേരുമാറ്റം നമുക്കിവിടെ ആവശ്യമാണെന്ന് പറഞ്ഞു. അബ്രാം എന്നുള്ള നീ അബ്രഹാം ആക്കും. ബഹുജാതികളുടെ പിതാവ് അബ്രഹാം. ഇബ്രായ ഭാഷയിൽ ഹാം എന്ന് അവസാനിക്കുന്ന വാക്കുകളൊക്കെ പ്ലൂറലാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ അബ്രാം അല്ല, നിന്നെ അബ്രഹാം ആക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സാറായി അല്ല, സാറ ആക്കുമെന്ന് പറഞ്ഞു. അതും അനുഗ്രഹത്തിൻ്റെ ഒരു അതാണ്. ദൈവം അവരുടെ പേരുകൾ മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഇനി അത് മാത്രം പോരാമെന്ന് പറഞ്ഞു. ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിന് അടയാളമായി ഒരു കാര്യം ചെയ്യണം. അത് പരിച്ഛേദന എന്നാണ് അതിന് പേര്. പരിച്ഛേദന അതായത് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രൈവറ്റായിട്ടുള്ള ഭാഗം, അവൻ്റെ ലിംഗത്തിൽ, പുരുഷ ലിംഗത്തിൽ ഒരു മുറിവ് വരുത്തണം. അഗ്രചർമ്മം ഛേദിച്ച് കളയണം. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. ശരീരത്തിൽ മുറിവ് ഏൽപ്പിക്കണം. ഇംഗ്ലീഷിലെ കട്ട് എ കവനൻ്റ് എന്നാണ് പറയുന്നത്. ഇബ്രായ ഭാഷയിൽ കട്ട് എ കവനൻ്റ്, മേക്ക് എ കട്ട് എ കവനൻ്റ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഏറ്റവും രഹസ്യമായിരിക്കുന്ന ഭാഗത്തൊരു മുറിവുണ്ടാക്കി അവിടെ നിന്ന് രക്തം വമിച്ച് അവിടെ ഒരു മുറിവുണ്ടാക്കുമ്പോൾ ദൈവമായൊരു ഉടമ്പടിയാണ്. എന്താണ് ആ ഉടമ്പടി? എൻ്റെ സന്തതിയായി വരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ വളരെ രസകരമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പുരുഷന് കുഞ്ഞുങ്ങൾ ജനിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിരിക്കുന്ന ശരീരഭാഗമാണ് അവൻ്റെ പുരുഷലിംഗമെന്ന് പറയുന്നത്. ആ ലിംഗത്തിൽ മുറിവുണ്ടാക്കണം. വംശാവലി എണ്ണുന്നത് പുരുഷനെ ആണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, സാറ ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്നല്ല. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് 12 മക്കളെ ജനിപ്പിച്ചു. അങ്ങനെയാണ് വംശാവലി. അതുകൊണ്ട് പുരുഷൻ്റെ ലിംഗത്തിൽ മുറിവുണ്ടാക്കി ദൈവമായി ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടി എന്ന് മാത്രമല്ല, എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ്. കാരണം ഏതൊരു പുരുഷനും അവൻ കുളിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഒക്കെ അവൻ്റെ ശരീരഭാഗത്തെ മുറിവ് അവനെ മറക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അവൻ അപ്പോഴൊക്കെയും അവൻ ഓർക്കേണ്ടത് എന്താണ്? ഞാൻ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തതാണ്. എന്നിൽ നിന്നും ജനിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് വ്യഭിചാരം ചെയ്യുകയോ ദൈവം അനുവദിക്കാത്തതായിരിക്കുന്ന മാർഗങ്ങളിലേക്ക് ഒരു പുരുഷൻ പോവുകയോ ചെയ്യുമ്പോൾ ദൈവവുമായി ചെയ്തതായിരിക്കുന്ന ഉടമ്പടിയുടെ ലംഘനമാണതൊക്കെയും. അത് ദൈവം അനുവദിക്കുന്നില്ല. നീ നിൻ്റെ ഉടമ്പടിയെ കൃത്യമായി പാലിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെയോടെ ഉടമ്പടി ചെയ്തവരാണ് പുതിയ നിയമവിശ്വാസികളായിരിക്കും നമുക്ക് ശരീരത്തിൻ്റെ പരിച്ഛേദനയല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് എന്ന് റോമാലേഖനത്തിലൊക്കെ നമുക്ക് വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ പരിച്ഛേദനയാണ് യഹൂദന് കൊടുത്തത്. ആ പരിച്ഛേദന കാണിക്കുന്നത് എന്താണ്? അബ്രഹാമിൻ്റെ സന്തതിയായി ജനിക്കുന്നതായിരിക്കുന്ന ആളുകൾ ദൈവം പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു ഭാഗമുണ്ട്. അത് ദേശം സംബന്ധിച്ചും രാജാവിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന വാഗ്ദത്തമാണ്, ഉടമ്പടിയാണ്. അതെല്ലാം ദൈവം അവർക്ക് വേണ്ടി നിവർത്തിക്കും. കനാൻ നാട് അവർക്ക് വേണ്ടി കൊടുക്കും. ദാവീദിൻ്റെ സന്തതി, ദാവീദ് അവർക്ക് രാജാവായി വരും. അതെല്ലാം അബ്രഹാമിൻ ലോകത്തിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അത് ആത്മീകമായ അനുഗ്രഹമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി വരിയിൽ വിശ്വസിച്ച് ലോകത്തുള്ള അനേകരെ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. അവരെല്ലാം അബ്രഹാമിൻ്റെ സന്തതികളാകും. അവർക്ക് ആവശ്യമായിരിക്കുന്നത് ശരീരത്തിൻ്റെ പരിച്ഛേദനയല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അതുകൊണ്ട് പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമുക്ക് പ്രത്യേക ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് നമുക്ക് പരിച്ഛേദന എന്ന ആചാരത്തിൽ നിന്ന് പൂർണ്ണമായ ഒഴിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയിൽ നമുക്ക് ഒഴിവ് കഴിയിട്ടില്ല. നമ്മുടെ ഹൃദയം പരിച്ഛേദനയായിരിക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാണ്?
മർക്കോസിൻ്റെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെ അനേക തിന്മകൾ വരുന്നു. പരിച്ഛേദനയേക്കാത്ത ഹൃദയത്തിൽ നിന്നാണ് അതൊക്കെയും വരുന്നത്. പരിച്ഛേദനയേറ്റ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും അങ്ങനെയുള്ളതായിരിക്കുന്ന നന്മകളാണ് വരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ സന്തതിയായി നാം ജനിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം പരിച്ഛേദനയേൽക്കുകയും നാം നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പരിച്ഛേദനയേറ്റ ഹൃദയത്തിലെ നല്ല ചിന്തകൾ നമുക്കുണ്ടാകും. എന്നാൽ ഉടമ്പടിയുടെ മക്കളാണ് നമ്മളും. ശാരീരിക ഉടമ്പടിയുടെ മക്കളാണ് ഇസ്രായേൽ മക്കളെങ്കിൽ ആത്മീക ഉടമ്പടിയുടെ മക്കളാണ് നാം എല്ലാവരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടിയുടെ മക്കൾ എന്ന നിലയിൽ ശുദ്ധമായ ചിന്തയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്കും ഇരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.